ഹായ്, 10ാം ക്ലാസ് ലൈറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ലെറ്റ്സ് പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ. പത്രത്താൾ ഒരുക്കാം. ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പത്രത്തിന്റെ ഒരു പേജൊക്കെ തയ്യാറാക്കുന്നതാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതൊരു മാഗസിൻ്റെ ഒരു പേജാണ്. ഈ ഒരു പേജ് നമ്മളോട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡിസൈൻ എ മാഗസിൻ പേജ് സിമിലർ ടു ദ മോഡൽ ഷോൺ ബിലോ യൂസിങ് സ്ക്രൈബസ്. സ്ക്രൈബസ് എന്ന് പറയുന്ന നമ്മുടെ DTP സോഫ്റ്റ്വെയർ ഉണ്ട്. DTPയുടെ പൂർണ്ണരൂപം എന്താ? ഫുൾ ഫോം എന്ന് പറയുന്നത് ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് എന്നതാണ്. ഓക്കെ, തിയറിയിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കിയ ഒരു മോഡലിൽ ഒരു മാഗസിൻ്റെ പേജ് തയ്യാറാക്കുക. സേവ് ദ .sla ഫയൽ ഇൻ ദ exam10 ഫോൾഡർ. ദെൻ എക്സ്പോർട്ട് ദ പേജ് ആസ് എ PDF ആൻഡ് സേവ് ഇറ്റ് ഇൻ ദ exam10 ഫോൾഡർ. അതായത് PDF-ലേക്ക് മാറ്റിയതിനു ശേഷം, PDF-ലേക്ക് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷവും അത് സേവ് ചെയ്യണം. സേവ് ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ട് സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നമുക്ക് ചെയ്യാം. 3 ഹിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂസ് ദ leaf.jpg. അതായത് ഇവിടെ ഈ ഒരു ലീഫില്ലേ, ഈ ഒരു കോക്കനട്ട് ലീഫ്, അപ്പോൾ ആ ഒരു ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. ഇമേജസ് 10 എന്ന ഫോൾഡറിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. Kerala.jpg എന്ന് പറയുന്ന ആ ഒരു ചിത്രവും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അത് രണ്ടും ഈ ഒരു ചിത്രമാണ്. അത് രണ്ടും നമ്മുടെ ഫോൾഡറിലുണ്ട്. പിന്നെ add a QR code to the page with the target URL എന്ന് പറഞ്ഞിട്ട് ഒരു URL തന്നിട്ടുണ്ട്. യൂസ് ദ കോണ്ടന്റ് ഫ്രം Kerala.odt. അതായത് Kerala.odt എന്ന് പറയുന്ന ഒരു ഫയലിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് മുഴുവനായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഹിന്റുകൾ കൃത്യമായിട്ടുണ്ട്. സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം സ്ക്രൈബസ് ഓപ്പൺ ചെയ്യണം. താഴെ ഷോ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. നമുക്ക് ആവശ്യമായുള്ള സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ക്രൈബസ് എന്ന് സെർച്ച് ചെയ്യുന്നു. SCR എന്ന് അടിക്കുമ്പോൾ തന്നെ സ്ക്രൈബസ് വരുന്നുണ്ട്. ക്ലിക്ക് ചെയ്യാം. സ്ക്രൈബസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് ഇതേപോലെയാണ് കിട്ടുക. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, ന്യൂ പേജ് ഡോക്യുമെന്റ് എന്നുള്ളത്. ഇവിടെ സിംഗിൾ പേജ് എന്നത് തന്നെ കൊടുക്കുന്നു. അതിനുശേഷം താഴെയായിട്ട് ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം അവിടെ നമുക്ക് മാർജിൻ ഗേറ്റ്സ് ആണ് കാണാൻ പറ്റുക. നമ്മുടെ ചോദ്യത്തിൽ അങ്ങനെ ഇവിടെ മാർജിനും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാനിവിടെ മാർജിൻ അങ്ങോട്ടേക്ക് ഒഴിവാക്കുകയാണ്. ഓക്കെ, മാർജിൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത് മുഴുവനായിട്ട് ജസ്റ്റ് ബാക്ക് സ്പേസ് കൊടുത്ത് കളയുക, 0 കൊടുക്കുക. ഓക്കെ, ഒന്നുകിൽ ഇത് ഓരോന്നും 0 കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഇവിടെ കണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒന്നാമത് കൊടുത്തത് ഇവിടെയൊക്കെ വന്നോളും. അപ്പോൾ ആ ഒരു മാർജിൻ ഗൈഡ്സ് അവിടെ നിന്ന് പോയിക്കോളും. നമ്പർ ഓഫ് പേജസ് 1 ആണ് ഇവിടെ ഉള്ളത്, അത് തന്നെ കൊടുക്കുക. എന്നിട്ട് താഴെ ഓക്കെ എന്ന ബട്ടൺ ഉണ്ട്, ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പേജ്. ഓക്കെ, നമുക്കിങ്ങനെ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ പറ്റും. കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ മൗസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്കത് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുകയാണ് വേണ്ടത്. റെക്റ്റാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ആവശ്യമായുള്ള ടൂളുകളൊക്കെ കാണാം. ഇവിടെയായിട്ട് ഷേപ്പ് ടൂൾ ഉണ്ട്. ഷേപ്പ് ടൂൾ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ ഷേപ്പുകളൊക്കെ കിട്ടും. നമുക്കിവിടെ റെക്റ്റാങ്കിൾ ആണ് വേണ്ടത്, അതുകൊണ്ട് ഇതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിന് കളറില്ല, നമുക്ക് ആവശ്യമായുള്ള കളർ കൊടുക്കണം. ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള റെക്റ്റാങ്കിൾ അതേപോലുള്ള കാര്യങ്ങളൊക്കെ വരച്ചു കഴിഞ്ഞാൽ അതിന് കളർ കൊടുക്കണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടീസ് എടുക്കണം. പ്രോപ്പർട്ടീസ് എടുക്കാൻ ഇതിന് മുകളിൽ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടീസും ഉണ്ട്, കണ്ടന്റ് പ്രോപ്പർട്ടീസും ഉണ്ട്. നമുക്കിപ്പോൾ വേണ്ടത് പ്രോപ്പർട്ടീസ് എന്നതാണ്. ആ ഒരു പ്രോപ്പർട്ടീസ് ഓൾറെഡി ടിക്ക് മാർക്ക് ഇവിടെ ഉണ്ട്. ഇനി അഥവാ അതില്ല എങ്കിൽ എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എന്നത് ടിക്ക് മാർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ വിൻഡോസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രോപ്പർട്ടീസ് കാണാം, അവിടെ ടിക്ക് മാർക്ക് കൊടുത്താലും മതി. അപ്പോൾ ഇതേപോലെ ഒരു പ്രോപ്പർട്ടീസ് വിൻഡോ നമുക്ക് കിട്ടും. ഓക്കെ, താഴെ കണ്ടന്റ് പ്രോപ്പർട്ടീസും ഉണ്ട്. ഈ കണ്ടന്റ് പ്രോപ്പർട്ടീസ് ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് വിൻഡോ. ഈ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ കുറേ ടാബുകൾ ഉണ്ട്. XYZ, ഡ്രോപ്പ് ഷാഡോ, ഷേപ്പ്, ലൈന്, കളേഴ്സ്, ട്രാൻസ്പെറൻസി. നമുക്കിതിന് കളറാണ് കൊടുക്കേണ്ടത്, അതുകൊണ്ട് കളേഴ്സിലേക്ക് വരാം. കളേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആവശ്യത്തിനുള്ള കളേഴ്സ് ഉണ്ട്. ഈ കളേഴ്സ് പോരാ എങ്കിൽ ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ഇവിടെയുള്ള കളർ തന്നെ മതി. ഇതിനേക്കാൾ കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് എഡിറ്റിൽ കളേഴ്സ് ആൻഡ് ഫിൽസ് ഉണ്ട്. കളേഴ്സ് ആൻഡ് ഫിൽസിലേക്ക് വരിക. നമുക്കിവിടെ സ്ക്രൈബസ് ബേസിക് എന്ന് കാണാം. അത് മാറ്റിയിട്ട് ഈ ഒരു ചെറിയൊരു ട്രയാങ്കിൾ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റാം. ഓക്സിജൻ കൊടുക്കുക. ആ ബേസിക് എന്നത് മാറ്റിയിട്ട് ഓക്സിജൻ കൊടുക്കുക. ഓക്സിജൻ കൊടുത്തിട്ട് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കളേഴ്സ് ഇവിടെ കിട്ടും. ഓക്കെ, ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. ഇവിടെ ഫിൽ മോഡ് എന്നത് സോളിഡ് ആണുള്ളത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒറ്റൊരു കളർ ആണ് എങ്കിൽ നമുക്ക് സോളിഡ് കൊടുത്താൽ മതി. സോളിഡ് കൊടുത്താൽ മതി, ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ ഇവിടെ ഇതൊരു ഗ്രേഡിയൻ്റ് ആണ്. അതായത് ഇവിടെ ഒരു കളർ ഉണ്ട്, ഇവിടെ എത്തുമ്പോൾ അതൊരു വൈറ്റ് കളറിലേക്ക് വരുന്ന വിധത്തിലാണ് ഉള്ളത്. ഓക്കെ, ഒരു സർക്കുലാർ ആയിട്ടാണ് ഇത് ഇവിടെ കണ്ടില്ലേ, സർക്കുലാർ ആയിട്ടാണ് അത് വരുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ എന്തായിരുന്നു, റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ് കൊടുക്കേണ്ടത്.
ഇത്ര മാത്രം ചെയ്താൽ മതി. ഇവിടെ സോളിഡ് എന്നത് ക്ലിക്ക് ചെയ്യുക, ഗ്രേഡിയൻ്റ് എടുക്കുക. അതായത് ഫിൽ മോഡ് സോളിഡാണ് ഉള്ളത്, അത് മാറ്റി ഗ്രേഡിയൻ്റ് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇതാ ഇവിടെ കണ്ടില്ലേ, ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ബ്ലാക്ക് ആണുള്ളത്, ആ ബ്ലാക്ക് മാറ്റിയിട്ട് ഞാനിവിടെ ഗ്രീന് കൊടുക്കുന്നു. ഇനി ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യാം, അവിടെ ബ്ലാക്ക് കാണാം, ആ ബ്ലാക്ക് മാറ്റിയിട്ട് ഞാൻ വൈറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഈ രീതിയിൽ നമുക്കത് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ കിട്ടിയാൽ പോരാ, നമുക്കതൊരു റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ്. റേഡിയൽ ഗ്രേഡിയൻ്റ് ആയതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ലീനിയർ ആണുള്ളത്, ആ ലീനിയർ മാറ്റി റേഡിയൽ ആക്കുക. ഓക്കെ, ഈ രീതിയിലൊന്നും വന്നിട്ടില്ല, ജസ്റ്റ് സോളിഡ് കളർ ഒറ്റൊരു കളർ മാത്രമേ ഉള്ളൂവെങ്കിൽ ഡയറക്റ്റ് ആ കളർ അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ ഈ രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഇനി നമുക്ക് ഈ ഒരു ചിത്രത്തെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അതാണ് അടുത്തത് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് സ്ക്രൈബസിലേക്ക് ഒരു ചിത്രം ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമ്മൾ ഇങ്ക്സ്കേപ്പിലൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യും. അങ്ങനെയല്ല, സ്ക്രൈബസ് ആകുമ്പോൾ നമുക്കൊരു ഇമേജ് ഫ്രെയിം വേണം. ഇമേജ് ഫ്രെയിമിന് ഇതാ ഇവിടെയായിട്ട് നമുക്ക് ഇമേജ് ഫ്രെയിം എന്ന് കാണാം. ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഐ ആണ്. ഐ എന്ന കീ പ്രസ് ചെയ്താലും മതി. ഞാനിവിടെ ഇമേജ് ഫ്രെയിം എടുക്കുന്നു, ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു, ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു, ഇത്ര മാത്രം. ഓക്കെ, ഇവിടെ ക്രോസ് മാർക്ക് കാണാം, അതായത് ഇതൊരു ഇമേജ് ഫ്രെയിം ആണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇമേജ് കൊണ്ടുവരണം. ഇമേജ് കൊണ്ടുവരാൻ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കണ്ടന്റിൽ ഗെറ്റ് ഇമേജ് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. ഏറ്റവും എളുപ്പം അതായിരിക്കും, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എവിടെയാണ് ഇമേജ് ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഹോമിലേക്ക് വരുന്നു. ഓക്കെ, എൻ്റെ ഹോം ഇത് ഇവിടെ കാണാം, ഇവിടെ ഉള്ളതാണ്. ഈ ഹോമിലേക്ക് വരുന്നു. ഇമേജസ് 10 എന്ന ഫോൾഡറിലേക്ക് വരും. അത് ചോദ്യത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇമേജസ് 10 എന്ന് പറയുന്ന ഫോൾഡറിലാണ് leaf.jpg. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്താലും മതി. അപ്പോൾ ചിത്രം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ചിത്രം കൃത്യമായിട്ടല്ല വന്നത്, അതൊരു സൈഡിലേക്കൊക്കെ ആയിപ്പോയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇമേജിൽ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം കൊടുക്കാം. ഇമേജ് ടു ഫ്രെയിം. അപ്പോൾ ഇത് ഈ രീതിയിൽ അത് വന്നോളും. ഓക്കെ, ഇനി നമുക്കിതിനെ കുറച്ച് വലുതാക്കണം. ഞാൻ ഇതിനെ പിടിച്ച് കുറച്ചൊന്ന് വലുതാക്കിയാണ്. ഓക്കെ, പല രീതിയിൽ നിങ്ങൾക്കിത് ചെയ്യാം. ഞാൻ ഇത് ഈ രീതിയിലാക്കുന്നു. ഇനി ഒന്ന് നോക്കിയേ, നമ്മുടെ ആ ഒരു ഓല എന്ന് പറയുന്നത്, ആ ഒരു കോക്കനട്ട് ലീഫ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണുള്ളത്. പക്ഷെ നമ്മൾ നേരെ തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഹൊറിസോണ്ടലായിട്ട് ഫ്ലിപ്പ് ചെയ്യണം. ഹൊറിസോണ്ടലായിട്ട് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കണം. ഓൾറെഡി പ്രോപ്പർട്ടീസ് വിൻഡോ ഇവിടെ ഉണ്ട്. ഇനി അഥവാ ഈ പ്രോപ്പർട്ടീസ് വിൻഡോ ഇവിടെ ഇല്ല എങ്കിൽ ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എന്നത് ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മറ്റൊരു മാർഗം കൂടിയുണ്ട്. എല്ലാ മാർഗവും നമ്മൾ പഠിക്കണം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് വിൻഡോസിൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് കൊടുത്താൽ നമുക്ക് കിട്ടും. ഇവിടെ XYZ എന്ന ടാബ് ഉണ്ട്, അതിലേക്ക് വരിക. അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലെവൽ എന്ന് പറയുന്ന ഭാഗത്ത് ഇവിടെ കാണാം ഫ്ലിപ്പ് ഹൊറിസോണ്ടലി ഉണ്ട്, താഴെ ഫ്ലിപ്പ് വേർട്ടിക്കലി ഉണ്ട്. ഇവിടെ നമുക്ക് ഫ്ലിപ്പ് ഹൊറിസോണ്ടലി ആണ് വേണ്ടത്, അത് കൊടുക്കുന്നു. അപ്പോൾ അത് തിരിഞ്ഞു നിന്നു. ഇനി ഞാൻ ഇതിനെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാനിത് ഈ രീതിയിൽ ഇതിനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഓക്കെ, ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് വന്നതുപോലെയൊക്കെ കാണാം. അതൊന്നും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് കാണാൻ ഇവിടെ പ്രിവ്യൂ മോഡുണ്ട്. ഒരു കണ്ണ് കാണാം, ആ കണ്ണിലൊന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇതേപോലെ ആയിരിക്കും നമുക്ക് ഉണ്ടാവാം. ഓക്കെ, കണ്ണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ആ പ്രിവ്യൂ മോഡിൽ ക്ലിക്ക് ചെയ്താലേ വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ, QR കോഡ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. QR കോഡ് ആഡ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. QR കോഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നേരെ ചെയ്യേണ്ടത് ഇവിടെ മുകളിലായിട്ട് ശ്രദ്ധിച്ച് നോക്കണം. അത് ഇവിടെ മുകളിലായിട്ട് ബാർകോഡ് എന്ന് കാണും. ബാർകോഡിൻ്റെ ഒരു ചെറിയൊരു സിമ്പിൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന ഇൻസേർട്ട് ബാർകോഡ് എന്ന് പറയുന്ന ഈ ഒരു വിൻഡോയിൽ വളരെ ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിക്കുക, ബാർകോഡ് ഫാമിലി എന്നത് 2 ഡയമെൻഷണൽ സിമ്പിൾസ് കൊടുക്കുക. ശ്രദ്ധിക്കണം, നോട്ട് ചെയ്ത് വെച്ചോ. ബാർകോഡ് ഫാമിലി 2 ഡയമെൻഷണൽ സിമ്പിൾസ്. അടുത്തത് ബാർകോഡാണ്. ബാർകോഡ് എന്നത് QR കോഡ് കൊടുക്കുക. ബാർകോഡ് എന്നത് QR കോഡ് കൊടുക്കുക. അടുത്തത് കണ്ടൻസ് എന്നുള്ളത്, അവിടെയാണ് നമ്മുടെ ടാർഗറ്റ് URL കൊടുക്കേണ്ടത്. നമുക്ക് ഹിന്ദിയിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് ഈ കാണുന്ന https://www.kerala-tourism.org. നിങ്ങൾക്കിത് എക്സാമിന് കോപ്പി പേസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, ഡയറക്റ്റ് നോക്കി ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ ഈ ഒരു മൗസിൻ്റെ കേഴ്സർ നോക്കുക, ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ QR കോഡ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിതിനെ ആവശ്യമെങ്കിൽ വലിച്ച് കുറച്ചൊന്ന് വലുതാക്കി കൊടുക്കാം. ഇവിടെയായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ.
ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ഇതിലേക്ക്, അതായത് ഇവിടെ കൊടുക്കേണ്ട കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ചോദ്യം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 2 കോളങ്ങളാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ കോളം, രണ്ടാമത്തെ കോളം. ഈ 2 കോളം തമ്മിൽ ചെറിയൊരു ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മളിവിടെ ഇത് കൊടുക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ആവശ്യമായുള്ള ടെക്സ്റ്റുകൾ ഉൾപ്പെടുത്താൻ ടെക്സ്റ്റ് ഫ്രെയിമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ടി എന്ന് കാണാലോ, ടി എന്നത് തന്നെയാണ് അതിൻ്റെ ഷോർട്ട് കട്ട്, ടെക്സ്റ്റ് ഫ്രെയിം. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഇവിടെ തൊട്ട് ഞാൻ ജസ്റ്റ് ഇതാ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ 2 കോളങ്ങളാക്കി മാറ്റണം. 2 കോളങ്ങളാക്കി മാറ്റാൻ ഇത് കോണ്ടന്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് വേണ്ടത് കോണ്ടന്റ് പ്രോപ്പർട്ടീസ് ആണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഉണ്ട് കേട്ടോ കോണ്ടന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അവിടെ ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്കിത് ഇവിടെ കാണുന്നത് ഇതിനെയാണ് നമ്മളിവിടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എന്ന് കാണാം. ഈ ഒരു വിൻഡോ ആണ് നമുക്ക് വേണ്ടത്. ഈ വിൻഡോയിൽ ഇവിടെയായിട്ട് ഒരു ടാബ് ഉണ്ട്, കോളംസ് ആൻഡ് ടെക്സ്റ്റ് ഡിസ്റ്റൻസസ്. അത് ക്ലിക്ക് ചെയ്യാം. കോളംസ് ആൻഡ് ടെക്സ്റ്റ് ഡിസ്റ്റൻസ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കോളം വേണമെന്നുണ്ട്. അത് 1 ആണുള്ളത്, അത് മാറ്റി 2 ആക്കുക. 2 കോളം വന്നു. ഇവിടെ ജസ്റ്റ് ഒറ്റ ലൈനാണ്, അവിടെ ഒരു ഗ്യാപ്പ് വേണം. അതിന് ഈ ഗ്യാപ്പിൻ്റെ നേരെ ജസ്റ്റ് ഒന്ന് കൂട്ടിക്കൊടുക്കുക. ഓക്കെ, ഞാനൊരു 3 കൊടുക്കുന്നു. ചെറിയൊരു ഗ്യാപ്പ് വന്നു. ഇത്രയും ചെയ്താൽ മതി. ടെക്സ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ഫ്രെയിമിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോണ്ടന്റിൽ ഗെറ്റ് ടെക്സ്റ്റ് കൊടുക്കുക. ഷോർട്ട് കട്ട് Ctrl+I ആണ്. ഓക്കെ, കോണ്ടന്റിൽ ഗെറ്റ് ടെക്സ്റ്റ് എവിടെയാണുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനകത്ത്, അത് ചോദ്യത്തിലുണ്ട് കേട്ടോ, അവിടെ Kerala.odt എന്ന് പറയുന്ന ഫയൽ ഉണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ടെക്സ്റ്റ് മുഴുവനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഇംഗ്ലീഷ് എന്നാണ് കാണുന്നത്. അത് മാറ്റിയിട്ട് മലയാളമാക്കണം. അതിനു മുമ്പ് ഈ മുഴുവൻ ടെക്സ്റ്റിനെയും നമുക്ക് സെലക്ട് ചെയ്യണം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ടെക്സ്റ്റ് ഉള്ള ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിലെ Ctrl പ്രസ് ചെയ്ത് പിടിച്ചിട്ട് A എന്ന കീ പ്രസ് ചെയ്യാം. അപ്പോൾ എല്ലാം സെലക്ട് ആയി കിട്ടും. ഇനി ഇതാ ഇവിടെ ഈ ഒരു ഇംഗ്ലീഷ് എന്നത് മാറ്റുക, എന്നിട്ട് മലയാളം കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഞാൻ കുറച്ച് സൂം ചെയ്യാണ്. ഓക്കെ, Ctrl പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ മൗസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് സൂം ആയി കിട്ടും കേട്ടോ. ഇവിടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നത് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്താൽ നമുക്കത് സെലക്ട് ആയി കിട്ടും. ഇനി ഇതിൻ്റെ ഫോണ്ട് സൈസ് നമുക്ക് കൂട്ടണം. ഇവിടെ ഫോണ്ട് സൈസ് ഉണ്ട്, അത് ഞാൻ കൂട്ടിക്കൊടുക്കുന്നു. ചോദ്യത്തിലുള്ളതുപോലെ കേരളം എന്നത് ഫസ്റ്റ് ലൈനിലാണുള്ളത്. ഈ രീതിയിൽ ഞാൻ ആക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫോണ്ട് മാറ്റാൻ ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല, മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാം. ഞാൻ തൽക്കാലം ഇതിന് ഉറൂബ് എന്ന് പറയുന്ന ഒരു ഫോണ്ട് കൊടുക്കുന്നു. ഓക്കെ, കുറച്ചും കൂടി വലിപ്പം കൂട്ടാം. ഓക്കെ, ഈ രീതിയിൽ കൊടുത്തു. ഇനി നമ്മുടെ ഈ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഈ ഒരു ഹെഡിങ്ങിന് ഒരു കളർ ഉണ്ടല്ലോ, ആ കളർ നമുക്ക് കൊടുക്കാനുണ്ട്. ആ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ തന്നെ, ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് കിട്ടുന്നത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ കോണ്ടന്റ് പ്രോപ്പർട്ടീസ് എന്നത് ടിക്ക് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അവിടെ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കളേഴ്സ് ആൻഡ് എഫക്ട്സ് എന്ന് കാണും. അതിലേക്ക് വരിക. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ആണുള്ളത്. ഈ ബ്ലാക്ക് മാറ്റി ഞാൻ റെഡ് കൊടുക്കുന്നു. അപ്പോൾ റെഡ് കളർ അവിടെ വന്നു. ഇത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, അതിനൊരു വൈറ്റ് ഷാഡോ പോലെ കൊടുത്തിട്ടുണ്ട്. ഷാഡോ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇവിടെ കണ്ടോ ഒരു S എന്ന്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഷാഡോ കിട്ടി. ആ ഷാഡോൻ്റെ കളർ ബ്ലാക്ക് ആണ്. നമുക്ക് ആ ഷാഡോ കളർ മാറ്റി വൈറ്റ് ആക്കണം. ഇവിടെ രണ്ടാമത് കണ്ടോ ബ്ലാക്ക് എന്ന്, ഇതാണ് ഷാഡോൻ്റെ കളർ. ഓക്കെ, ആ ഒരു സ്ട്രോക്ക് അവിടെ ഇല്ല, അതിൻ്റെ ആ ഒരു കളർ, അത് ജസ്റ്റ് ഞാൻ മാറ്റുവാണ്. ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റ് കൊടുക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ലൈൻ സ്പേസ് ഒക്കെ ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. ലൈൻ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുതൽ ഇവിടെ വരെ സെലക്ട് ചെയ്യാണ്. ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. എന്നിവിടെ ഓട്ടോമാറ്റിക് ലൈൻ സ്പേസിങ്ങിലാണുള്ളത്, അത് മാറ്റിയിട്ട് ഫിക്സഡ് കൊടുക്കുക, ഫിക്സഡ് ലൈൻ സ്പേസിങ്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആവശ്യത്തിന് നിങ്ങൾക്ക് ആ ലൈൻ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാം വേണമെങ്കിൽ. പ്രത്യേകമായിട്ട് ചോദ്യത്തിൽ പറയുന്നില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു ചിത്രം കൊണ്ടുവരാനുണ്ട്. ഈ രീതിയിൽ ഹിന്ദിയിൽ പറയുന്നുണ്ട് ആ ഒരു ചിത്രം ഉണ്ട് എന്നുള്ളത്. കണ്ടില്ലേ, Kerala.jpg എന്ന് പറയുന്ന ചിത്രം കൊണ്ടുവരണം. ചിത്രം കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഇമേജ് ഫ്രെയിം കൊണ്ടുവരണം. ഇവിടെയുള്ള ഇമേജ് ഫ്രെയിം ക്ലിക്ക് ചെയ്യുക. ഇവിടെയായിട്ട് ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുന്നു, ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നു. ഇതിനകത്തേക്ക് ചിത്രം കൊണ്ടുവരാൻ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഹോമിലെ ഇമേജസ് 10 എന്ന ഫോൾഡറിനകത്ത് Kerala.jpg എന്ന ചിത്രമുണ്ട്, അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ചിത്രം ഇങ്ങനെ വലുതായിട്ടുള്ളത്, അതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക.
ഇമേജിൽ ഇവിടെ ഫ്രെയിം ടു ഇമേജും ഉണ്ട്, ഇമേജ് ടു ഫ്രെയിമും ഉണ്ട്. ഇമേജ് ടു ഫ്രെയിം കൊടുക്കുക. അപ്പോൾ ആ ഇമേജ് ഫ്രെയിമിന് കണക്കായിട്ട് വന്നോളൂ. ഓക്കെ അല്ലേ? ഇവിടെ വന്നിട്ട് ഇനി ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, നമ്മുടെ ഈ ഒരു ഇമേജിൻ്റെ റെസൊല്യൂഷൻ കുറച്ച് കുറവാണ്. അത് കൂട്ടണം എന്നുണ്ടെങ്കിൽ, അത് കുറച്ചും കൂടി വൃത്തിയിൽ കാണണം എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ പ്രിവ്യൂ സെറ്റിങ്സിൽ ഫുൾ റെസൊല്യൂഷൻ കൊടുക്കാം. സൂക്ഷിച്ച് നോക്കുമ്പോഴേ ആ ഒരു വ്യത്യാസം മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ഇതിൻ്റെ പുറകിലുള്ളത് നമ്മൾ മാഗസിനിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പുറകിലായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റും ഇല്ല. അപ്പോൾ കൃത്യമായിട്ട് ആ ടെക്സ്റ്റ് ഇവിടെ വരെ വെക്കണം. അതിനുശേഷം ബാക്കി ടെക്സ്റ്റ് താഴെയുള്ള രീതിയിലേക്ക് ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടീസ് വിൻഡോ എടുക്കാം. ഇവിടെ ഓൾറെഡി പ്രോപ്പർട്ടീസ് ഇവിടെ ഉണ്ട്. ഇനി അഥവാ ഇവിടെ പ്രോപ്പർട്ടീസ് ഇല്ല എന്ന് വിചാരിക്കുക. പ്രോപ്പർട്ടീസ് ഇല്ല എങ്കിൽ ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു വിൻഡോ കിട്ടും. ഇവിടെ ഷേപ്പ് എന്ന് കാണും. ഷേപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ടെക്സ്റ്റ് ഫ്ലോ ഉണ്ട്. ഒന്നാമത്തത് ടെക്സ്റ്റ് ഫ്ലോ എറൗണ്ട് ഫ്രെയിം ഡിസേബിൾഡ് ആണ്, അതിലാണ് ഇപ്പോൾ ഉള്ളത്. അതല്ല, രണ്ടാമത്തെ കൊടുക്കുക ടെക്സ്റ്റ് ഫ്ലോ എറൗണ്ട് ഫ്രെയിം ഷേപ്പ്, അത് കൊടുക്കുക. അപ്പോൾ ആ ഫ്രെയിം ഷേപ്പിന് കണക്കായിട്ട് ആ ഒരു ടെക്സ്റ്റ് ഫ്ലോ വന്നോളും. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് കൊടുത്തിട്ട് കോണ്ടൂർ ലൈൻസ് ഉണ്ട്, അതിൽ ടിക്ക് മാർക്ക് കൊടുത്ത് ഈ കോണ്ടൂർ ലൈന് പിടിച്ച് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് ഒരു ഗ്യാപ്പ് കൊടുക്കാം. ടെക്സ്റ്റ് അതിന് മുകളിൽ കയറി നിൽക്കുന്ന പോലെ ഉണ്ടെങ്കിൽ ഈ രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് ബൗണ്ടിങ് ബോക്സ് ഉണ്ട്, ആ ബൗണ്ടിങ് ബോക്സും കൊടുത്താൽ മതി. ബൗണ്ടിങ് ബോക്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബൗണ്ടിങ് ബോക്സിന് കണക്കായിട്ട് വന്നോളൂ. ഞാനിവിടെ ജസ്റ്റ് ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് ഫ്രെയിം ഷേപ്പ്, അത് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. കൂടുതൽ നിങ്ങൾ ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ റെഡിയായി. ഓക്കെ, അപ്പോൾ ചോദ്യത്തിൽ ഇത്രയല്ലേ നമ്മളിവിടെ പറഞ്ഞുള്ളൂ. ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്തു. ഇനി സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ രണ്ട് രീതിയിൽ സേവ് ചെയ്യാൻ ഇവിടെ പറയുന്നുണ്ട്. SLA ഫയലായിട്ടും PDF ആയിട്ടും എക്സ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് സേവ് ചെയ്യാം ആദ്യം. അതിനുവേണ്ടി ഫയലിൽ സേവ് കൊടുക്കുക. അപ്പോൾ .SLA എന്ന എക്സ്റ്റൻഷനോട് കൂടി ഇതിൻ്റെ ആ ഒരു പ്രോജക്റ്റ് ഫയൽ അവിടെ സേവ് ആവും. ഫയലിൽ സേവ് കൊടുക്കുക. എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഹോമിലെ exam10 എന്ന ഫോൾഡറിലേക്ക് വരിക. exam10 എന്ന ഫോൾഡറിൽ ഒരു പേര് കൊടുക്കുക. പേര് കൃത്യമായിട്ട് ചോദ്യത്തിൽ പറഞ്ഞതാണ്, രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ കൊടുക്കാൻ കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അണ്ടർസ്കോറിൻ്റെ കീ പ്രസ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ് ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. .SLA എന്ന എക്സ്റ്റൻഷൻ അവിടെ നിന്നോട്ടെ, അത് മാറ്റണ്ട. ഓക്കെ കൊടുക്കുക. ഈ ഒരു ഫയൽ നമ്മളവിടെ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ചോദ്യത്തിൽ പറയുന്നത് PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യണമെന്നും പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിൽ PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ മാത്രമായിരിക്കും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്താൽ മാത്രം മതി. എക്സ്പോർട്ട് ചെയ്യാൻ ഫയലിൽ എക്സ്പോർട്ടിൽ സേവ് ആസ് PDF എന്ന് കാണാം. ഫയലിൽ എക്സ്പോർട്ടിൽ സേവ് ആസ് PDF, അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഉണ്ടാവും. ഈ വിൻഡോയിൽ ഇവിടെ നമ്മളോട് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ലൊക്കേഷൻ ചൂസ് ചെയ്യാം. ഹോമിലെ exam10 എന്ന ഫോൾഡർ ചൂസ് ചെയ്യുന്നു. പേര് മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് ഈ ഒരു പേര് കൃത്യമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. വന്നില്ലെങ്കിൽ അത് മാറ്റി കൊടുക്കുക, സേവ് കൊടുക്കുക. സേവ് കൊടുത്തിട്ട് പോവരുത്. ഇവിടെ താഴെ ഒരു സേവ് ബട്ടൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണിത് സേവ് ആവുന്നത്. നമ്മുടെ ഈ ഒരു പ്രവർത്തനവും നമ്മൾ ചെയ്തു കഴിഞ്ഞു.